ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂറോപ്പിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് അതും IELTS ഇല്ലാതെ നിങ്ങൾക്ക് അഡ്മിഷൻ പോസിബിൾ ആയിട്ടുള്ള രാജ്യങ്ങളാണ് ലാറ്റ്വിയ, സ്ലൊവാനിയ, മാൾട്ട, ലിത്വാനിയ, പോളണ്ട് പോലത്തെ രാജ്യങ്ങൾ. അപ്പോൾ ലാറ്റ്വിയയാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലാറ്റ്വിയയിലെ എൻട്രി റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് PGക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് 60% മാർക്ക് മിനിമം റിക്വയർഡ് ആണ്. മാസ്റ്റേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 35 ഇയേഴ്സ് വരെ ഏജ് ഉള്ളവർക്ക് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ UG പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 2 to 3 ഇയേഴ്സ് മാത്രമാണ് അവരുടെ ഇയർ ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ലാറ്റ്വിയയുടെ ഒരു മെയിൻ ബെനിഫിറ്റ് ആണ് 15 ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് നിങ്ങളുടെ പ്രീവിയസ് എഡ്യൂക്കേഷൻ, അതായത് പ്രീവിയസ് ഡിഗ്രി 3 ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർ PGക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം ലിത്വാനിയ പോലത്തെ രാജ്യങ്ങളിൽ PGക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് 4 ഇയേഴ്സ് ഓഫ് ഡിഗ്രി വേണം. അതായത് 16 ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ അവർക്ക് മാൻഡേറ്ററി ആണ് ചില യൂണിവേഴ്സിറ്റീസിൽ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂറോപ്പിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ലാറ്റ്വിയ എന്ന് പറയുന്ന രാജ്യം. ലാറ്റ്വിയ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേ ബാക്ക് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പഠനം കഴിഞ്ഞതിന് ശേഷം 1 ഇയർ ആണ് ലാറ്റ്വിയ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേ ബാക്ക് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാർട്ട് ടൈം വീക്കിലി 20 ഹവേഴ്സ് ഇപ്പോൾ വീക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ട് ടൈം ചെയ്യുന്നത് ലീഗലി അപ്രൂവ്ഡ് ആണ് ലാറ്റ്വിയ പോലത്തെ രാജ്യങ്ങളിൽ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് ലാറ്റ്വിയയുടെ എൻട്രി റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു 3 lakhs പെർ ആനം ട്യൂഷൻ ഫീസിൽ നമുക്ക് ലാറ്റ്വിയയിൽ പഠിക്കാം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ വിത്തൗട്ട് IELTS നമുക്ക് പഠിക്കാൻ പറ്റും. ഷെങ്കൻ കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വിസ ഷെങ്കൻ വിസയായിരിക്കും. 29 കൺട്രീസിലോട്ടുള്ള ആക്സസും ലാറ്റ്വിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാറ്റ്വിയ ത്രൂ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ലാറ്റ്വിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷെങ്കൻ കൺട്രിയിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടെംപ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് ഈ ഒരു കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് ജസ്റ്റ് എടുത്ത് ചാടിയിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിൻ്റെ എൻട്രി റിക്വയർമെൻറ്റ്സ് എന്തെല്ലാമാണ് വരുന്നത്, പോസിറ്റീവ്സുകൾ എന്തെല്ലാമാണ്, നെഗറ്റീവ്സുകൾ അതായത് ചാലഞ്ചസുകൾ എന്തെല്ലാമാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ കൺട്രീസിനെ കുറിച്ചിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഏത് കൺട്രീസിലോട്ടാണ് നമുക്ക് വിസ പെട്ടെന്ന് കിട്ടുന്നത്, അതുപോലെ തന്നെ വിസ ചാലഞ്ചിങ് ആയിട്ടുള്ള കൺട്രീസ് ഏതാണ്, നിങ്ങളുടെ അക്കാഡമിക് കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഏത് രാജ്യങ്ങളിലോട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള തീരുമാനമെടുക്കാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ്.